നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ VFA 40 ഡേയ്സ് ചലഞ്ചിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് SCERT ക്വസ്റ്റ്യൻസ് ആണ്. SCERT 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്റർ വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് നോക്കാൻ പോകുന്നത് 7ാമത്തെയും 8ാമത്തെയും ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട MCQ ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ ഗ്യാപ്പ് ഓണമായിട്ടുള്ള തിരക്കൊക്കെ ആയിരുന്നു. വീണ്ടും നമ്മൾ തുടർന്ന് പഠിക്കുകയാണ്. 40 ദിവസത്തിനുള്ളിൽ തന്നെ VFAയുടെ ഫസ്റ്റ് സ്റ്റേജിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചെടുക്കുക. ഓക്കെ, SCERT അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഹോട്ട് ടോപ്പിക്സുമാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ചാപ്റ്റർ 7ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ, ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ ആദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ച എഞ്ചിനീയർ ആരാണ്? ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് ആരാണ്? KL മക്ആദം. ഓക്കെ, ഈ മക്ആദം റോഡുകൾ എന്ന ബ്രാക്കറ്റിൽ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കണം ആരാണ്. KL മക്ആദമാണ്. 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക്ആദം കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി എന്ത് ചെയ്തു? റോഡ് റോളർ ഉപയോഗിച്ച്, മെഷീനുകൾ ഉപയോഗിച്ച് റോഡ് നിർമ്മിക്കുന്ന ശൈലി അവതരിപ്പിക്കുകയുണ്ടായി. അതാണ് മക്ആദം റോഡുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റോഡ് ശൃംഖല നിലവിലുള്ള രാജ്യം ഏതാണ്? ഏറ്റവും വലിയ രണ്ടാമത്തെ റോഡ് ശൃംഖല ഏതാണ് രാജ്യം? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ടത് എന്ന്? ഏതെല്ലാം സ്ഥലങ്ങൾക്കിടയിലാണ്? ഇന്ത്യയിലെ ആദ്യത്തെ എന്നാണ്? 1853 അല്ലേ, ബോംബെ മുതൽ താനെ വരെയാണ്. 1853 ബോംബെ മുതൽ താനെ വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവീസ് ആരംഭിച്ചത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? കേരളത്തിൽ ബേപ്പൂർ തിരൂർ അല്ലേ, ഓപ്ഷൻ സി ബേപ്പൂർ തിരൂർ. വർഷം ഓർത്തിരിക്കുക, 1861. ഇത് ആ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കണം. അതിനുശേഷം ഞാൻ നേരത്തെ പറയാറുണ്ടല്ലോ ടെലഗ്രാമിൽ, അപ്പോൾ അത് നോക്കുക. അതുകൊണ്ടാണ് നേരെ ക്വസ്റ്റ്യനും ആൻസറും പറഞ്ഞു പോകുന്നത്. അടുത്ത ചോദ്യം, സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോഥിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞ പ്രാചീന ചരിത്ര അവശിഷ്ടം ഏതാണ്? എന്തിൻ്റെ അവശിഷ്ടമാണ് അവിടെ നിന്ന് കണ്ടെത്തിയത്? ഏതിൻ്റെയാണ്? കപ്പൽ നിർമ്മാണ കേന്ദ്രം അല്ലേ, ഡോക്യാർഡിൻ്റെ അവശിഷ്ടങ്ങളാണ് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് പ്രാചീന ഇന്ത്യയിലെ ജലഗതാഗത പുരോഗതിക്കൊരു തെളിവാണ് ഈ അവശിഷ്ടങ്ങളെന്ന് പറയുന്നത്. വിമാനത്തിൻ്റെ ആദ്യ രൂപമായ ഫ്ലയർ 1 നിർമ്മിച്ച് 1903 പറത്തിയത് ആരാണ്? അമേരിക്കക്കാരാണ്. റൈറ്റ് സഹോദരന്മാർ അല്ലേ, അമേരിക്കക്കാരായ ഓർവിൻ റൈറ്റും വിൽബർ റൈറ്റുമാണ്. അതാണ് റൈറ്റ് സഹോദരന്മാർ എന്ന് പറയുന്നത് അല്ലേ. 1903 ഡിസംബർ 17 ഫ്ലയർ 1 വിമാനം വിജയകരമായി പറത്തിയത്. ഓർത്തിരിക്കുക, ആരൊക്കെയാണ് റൈറ്റ് സഹോദരന്മാർ? ആരാണ്? ഓർവെൽ നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ഓർവിൽ റൈറ്റും അതോടൊപ്പം തന്നെ വിൽബർ റൈറ്റും. അടുത്തത്, ലോകത്തിൽ ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചെടുത്ത സംസ്കാരം ഏതാണ്? ക്യൂണിഫോം. ഏത് സംസ്കാരമാണ്? സുമേറിയൻ സംസ്കാരമാണ് കേട്ടോ. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് സുമേറിയക്കാരാണ് ക്യൂണിഫോം എന്ന ആദ്യകാല എഴുത്തുവിദ്യ വികസിപ്പിച്ചത് കേട്ടോ. ഈ കളിമൺ ഫലകങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ടായില്ലേ, അതവരാണ്. ഓക്കെ, ലോഹം അച്ചടി യന്ത്രം കണ്ടുപിടിച്ച് ആശയവിനിമയ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജർമ്മൻകാരനാണ്, ഗുട്ടൻബർഗ് അല്ലേ. ജർമ്മൻകാരനായ യോഹന്നാൻ ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. അതോടെയാണ് പുസ്തകങ്ങളും സന്ദേശങ്ങളൊക്കെ വേഗത്തിൽ പ്രചരിക്കാനായിട്ട് തുടങ്ങിയത്. താഴെ നൽകിയിരിക്കുന്നവയിൽ വ്യക്തിഗത ആശയവിനിമയ ഉപാധിക്ക് ഉദാഹരണം ഏതാണ്? വ്യക്തിഗതം, ഇതിലേതാ വരുന്നത്? വ്യക്തിഗതം ഇമെയിൽ അല്ലേ. അതെ, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യക്തിഗത സന്ദേശങ്ങൾ അയക്കുന്ന ഉപാധിയാണ് ഏത്? ഇമെയിൽ എന്ന് പറയുന്നത്. ബാക്കി പത്രം, റേഡിയോ, TV ഒക്കെയോ അത് ബഹുജന ആശയവിനിമയ മാധ്യമങ്ങളായിട്ട് കണക്കാക്കുന്നു. അടുത്തത്, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള രോഗികൾക്ക് ലഭ്യമാക്കുന്ന സംവിധാനം ഏതാണ്? അകലെയുള്ള രോഗികൾക്ക് അത് ടെലിമെഡിസിൻ അല്ലേ. ടെലിമെഡിസിൻ ആണ്.
വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം രോഗികൾക്ക് ലഭ്യമാക്കുന്ന ആധുനിക ആരോഗ്യ സംരക്ഷണ രീതിയാണ് ഈ ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ആ ഒരു 7ാമത്തെ ചാപ്റ്റർ, ചെറിയ ചാപ്റ്ററാണ്, കൂടുതലായും ഗതാഗത ആശയവിനിമയ സംവിധാനത്തെ പറ്റി പറയുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നാടറിയാം, അതായത് കേരളത്തിലെ കാര്യങ്ങൾ പറയുന്ന ഒരു ചാപ്റ്ററാണ് നാടറിയാം, 8ാമത്തെ ചാപ്റ്റർ. അതിലെ ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യം, സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും 44 നദികളുടെയും ഉത്ഭവ കേന്ദ്രവുമായ കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? 75 മീറ്ററിന് മുകളിലുള്ളത് ഏതാണ്? മലനാട് അല്ലേ, 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നദികളുടെ ഉത്ഭവ കേന്ദ്രമാണ്. പിന്നെന്താ, തേയില, ഏലം തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പ്രധാന ഉൽപാദന മേഖലയും ഒക്കെ അതാണ്. അങ്ങനെയാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ചെറു കുന്നുകളും താഴ്വരകളും നിറഞ്ഞ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ളത് ഇടനാട് അല്ലേ, അവിടെയാണ് കുന്നുകൾ, നദീതടങ്ങൾ അവിടെയൊക്കെ ഉള്ളത്. പിന്നെ റബ്ബർ, വാഴ, കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുന്നത് കൂടുതലായിട്ടും ഇടനാട്ടിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഏത് മൺസൂൺ കാലത്താണ്? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏതാണ്? കാലവർഷം അല്ലേ, തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ്. സെപ്റ്റംബർ വരെ ഉള്ളതാണ് ഏത്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഉള്ളതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ലഭിക്കുന്ന വടക്ക് കിഴക്കൻ മൺസൂൺ മഴ അറിയപ്പെടുന്ന പേരേതാണ്? തുലാവർഷം അല്ലേ, തുലാവർഷം. ഒക്ടോബർ നവംബറിൽ വരുന്നതാണ് തുലാവർഷം, അല്ലെങ്കിൽ എന്ത് പറയും നമ്മൾ? വടക്ക് കിഴക്ക് മൺസൂൺ എന്ന് പറയുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്രസഭ ലോക മണ്ണ് സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഏത് വർഷമാണ്? മണ്ണ് സംരക്ഷണ ദിനം ഏതാ? ഡിസംബർ 5 അല്ലേ, ഡിസംബർ 5 ഐക്യരാഷ്ട്രസഭ ലോക മണ്ണ് സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. കേരളത്തിൽ ഒഴുകുന്ന ആകെ 44 നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? കിഴക്കോട്ട് എത്രയാണ്? 3 അല്ലേ. ഏതൊക്കെയാ? കബനി, ഭവാനി, പാമ്പാർ. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമൊക്കെയാണ് അല്ലേ ഇതൊക്കെ. താഴെ പറയുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ ആകെ എണ്ണം എത്ര? പടിഞ്ഞാറോട്ടൊഴുകുന്നത് എത്രയാ? 41. ടോട്ടൽ 44, അതിൽ 3 കിഴക്കോട്ട്, 41 എവിടെ? പടിഞ്ഞാറോട്ടും ഒഴുകി ലക്ഷദ്വീപ് കടൽ അല്ലെങ്കിൽ അറബിക്കടലിലോ കായലുകളിലോ പതിക്കുകയാണ് ചെയ്യുന്നത്. തണുത്ത കാലാവസ്ഥയും ചെരിവാർന്ന ഭൂപ്രകൃതിയും ആവശ്യമുള്ള തേയില, ഏലം, കാപ്പി തുടങ്ങിയ വിളകൾ പ്രധാനമായും ഏത് ഭൂവിഭാഗത്തിലാണ് കൃഷി ചെയ്യുന്നത്? തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതാണല്ലേ, തേയില, കാപ്പി, ഏലം എന്നിവയ്ക്കൊക്കെ അനുയോജ്യമായത് ഏത് കാലാവസ്ഥയുള്ളതാണ്? ഏത് ഭൂവിഭാഗമാണ്? മലനാടാണ്. ഓപ്ഷൻ സി, മലനാട്. തിരുവനന്തപുരം ജില്ലയിലെ വേളി, കഠിനകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച ചരിത്ര പ്രസിദ്ധമായ കനാൽ ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലുള്ളത് ഏത് കനാലാണിത്? പാർവതി പുത്തനാർ അല്ലേ, തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കാലത്ത് നിർമ്മിച്ച കനാലാണ് പാർവതി പുത്തനാർ. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ നീരൊഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിനായി നടപ്പാക്കിയ പദ്ധതി ഏത്? ഹരിത കേരളം മിഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു ടെക്സ്റ്റിൽ ഒരു ബോക്സ് പോലെ ഉണ്ടല്ലേ, ഇന്ന പദ്ധതി ഏത് മിഷന്റെ കീഴിലാണ്? അപ്പോൾ ഹരിത കേരളം മിഷന്റെ ഭാഗമായി തോടുകളും പുഴകളും ശുചീകരിച്ച് ജലനിർഗമനം സുഗമമാക്കാൻ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഇനി ഞാൻ ഒഴുകട്ടെ. ഏതാണ്? ഇനി ഞാൻ ഒഴുകട്ടെ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ. ലോകത്തിൽ ഏറ്റവും വലിയ 2ാമത്തെ റോഡ് ശൃംഖലയുള്ള ഇന്ത്യയിൽ സുപ്രധാന നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവയെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത പദ്ധതി ഏതാണ്? അതായത് 4 പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ വൻകിട ദേശീയപാത ശൃംഖലയെ നമ്മൾ എന്ത് വിളിക്കുന്നു? സുവർണ ചതുഷ്കോണം അഥവാ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. സുവർണ ചതുഷ്കോണം എന്നാണ് പറയുന്നത്. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് 1848 രൂപകൽപ്പന ചെയ്ത ജലപാത ഏതാത്? മലബാർ കളക്ടറായിരുന്ന HV കനോലി ആവിഷ്കരിച്ച് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ച് നിർമ്മിച്ച ജലപാതയാണ് കനോലി കനാൽ എന്ന് അറിയപ്പെടുന്നത്. ചരക്കുകളും സേവനങ്ങളും ഇന്റർനെറ്റ് വഴി വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള സംവിധാനം ഏത് പേരിൽ അറിയപ്പെടുന്നു?
അതായത് ഇൻ്റർനെറ്റിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇ കൊമേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് ഒരേ സമയം എത്തിക്കുന്ന മാധ്യമ പ്രവർത്തനം, അതിനെന്ത് നമ്മൾ പറയുന്ന ബഹുജന ആശയവിനിമയം, നമ്മൾ ആദ്യമേ പറഞ്ഞല്ലേ, ബഹുജന ആശയവിനിമയം എന്നറിയപ്പെടുന്നു. 2004 കേരളത്തിലെ തീരദേശങ്ങളിൽ കടുത്ത നാശനഷ്ടം, ആൾനാശവും വിധിച്ച സമുദ്ര ദുരന്തം ഏതായിരുന്നു? അത് സുനാമി. 2004 ഡിസംബർ 26 സുനാമി ഉണ്ടായിരുന്നത് കേട്ടോ. ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് ഒരു സാമ്പത്തിക വർഷം കുറഞ്ഞത് 100 ദിവസത്തെ വേതന തൊഴിൽ ഉറപ്പു നൽകുന്ന കേന്ദ്ര സംസ്ഥാന പദ്ധതി ഏതാണ്? ഏതാത്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇതിൻ്റെ പുതിയ പേരെന്താണ്? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഭൂരഹിതരും ഭവനരഹിതരുമായ ആളുകൾക്ക് സുരക്ഷിതമായ പാർപ്പിടം ഉറപ്പാക്കാൻ നടപ്പിലാക്കിയ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ഏതാണ്? ഏതാത്? ലൈഫ് മിഷൻ. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികളോട് സ്കൂൾ യാത്ര സുഗമമാക്കുന്നതിനും കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനുമായി ആവിഷ്കരിച്ച പദ്ധതി വിദ്യാവാഹിനിയാണ് കേട്ടോ. അതായത് ദുർഘട മലയോര മേഖലകളിലെ ഗോത്രവർഗ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ വാഹന സൗകര്യം ഒരുക്കുന്ന ഒരു പദ്ധതിയാണിത്, വിദ്യാവാഹിനി എന്ന് പറയുന്നത്. വിദ്യാവാഹിനി. ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ഉറപ്പാക്കാൻ കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? അത് ജനനി ജന്മരക്ഷാ പദ്ധതിയാണ്. ഏതാണ്? ജനനി ജന്മരക്ഷാ പദ്ധതി. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ നമ്മൾ എത്ര ചോദ്യം? 30 ചോദ്യം 2 ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ചെറിയ ചാപ്റ്റേഴ്സാണ് രണ്ടും, നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. അതിൽ നിന്ന് എടുത്തിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ടെക്സ്റ്റ് വായിച്ച് കഴിഞ്ഞ് നിങ്ങൾ ഈ MCQ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എല്ലാം ക്യാച്ച് ചെയ്യാനും അതോടൊപ്പം തന്നെ നമുക്ക് എത്രത്തോളം മനസ്സിലായി, ടെക്സ്റ്റിൽ നിന്ന് എത്രത്തോളം നമുക്ക് MCQ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം അനലൈസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ്സുകൾ കാണുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്